എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായി ഞാനൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. കാരണം തിരക്കിലാണ്. 4th ഇയർ ബേസിക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ലാസ്റ്റ് സെമ്മാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു സ്കിറ്റ്. കോളേജിൻ്റെ ടാലൻറ്റ് ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അത് ഞങ്ങളുടെ കൂടെ കുറച്ച് ജൂനിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ സ്കിറ്റ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. You're watching with me Ashley's vlog. ഇതൊരു 1 day vlog അല്ല. This vlog will be about this whole skit. അതായത് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻ, ഞങ്ങളുടെ ട്രാവലിംഗ്, കോസ്റ്റ്യൂം എടുക്കാൻ പോകുന്ന സെഷൻ, പിന്നെന്താ അവരുടെ സ്റ്റേജിൽ കയറുന്ന കാര്യങ്ങൾ വരെ ഞാൻ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ ടൈം കിട്ടിയാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾറെഡി പോയിട്ട് കോസ്റ്റ്യൂം ബുക്ക് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പോയിട്ട് ആ കോസ്റ്റ്യൂം എടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് വന്നിട്ട് വേണം കോസ്റ്റ്യൂം എല്ലാവരുടെയും സൈസിന് കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കി അറേഞ്ച് ചെയ്ത് അത് വെച്ച് നമുക്കൊരു തവണ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇപ്പോൾ 192 സബ്സ്ക്രൈബേഴ്സാണ് ആയിരിക്കുന്നത്. ഈ വ്ളോഗ് ഈ 192 സബ്സ്ക്രൈബേഴ്സിലേക്കും റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ സിൻസിയർ താങ്ക്സ്. നമ്മളുടെ കോളേജിലെ പ്രൊഫസർ ഞങ്ങളെ ഹെൽപ്പ് ആക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഉദിത് ആൻഡ് ലാൻവെൽ ഞങ്ങളുടെ 2 ജൂനിയേഴ്സാണ്. ഇന്നത്തെ ദിവസം എൻ്റെയും ജോസ്ലിയുടെയും കൂടെ ഇവർ 2 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സ്കിറ്റിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്ത് അവസാനം ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടു. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കോസ്റ്റ്യൂം എടുക്കാൻ വന്ന സ്ഥലത്തെക്കുറിച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ബുക്കാക്കി വെച്ച സാധനങ്ങളിൽ കുറച്ചുകൂടി സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ അവിടെ നോക്കിയും പിറക്കിയൊക്കെ വാങ്ങിയെടുത്തു. അതിന് കുറേ സമയം ആക്ച്വലി അവിടെ പോയിട്ടുണ്ടായിരുന്നു. ബില്ലിംഗ് സെക്ഷൻ ഡീൽ ചെയ്തിരുന്നത് ഇവരാണ്. ഞങ്ങൾ ക്ലോത്ത്സ് ഒക്കെ നോക്കാനായിട്ട് പൊക്കത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് എണ്ണി പിറക്കി നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ജോസ്ലി. ആള് ഞങ്ങളുടെ കോളേജിലെ അക്കാഡമിക് ചെയർപേഴ്സൺ കൂടെയാണ്. എന്നെ ഈ സ്കിറ്റിൽ ഒരുപാട് ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കി എന്നെ കുറേ മോട്ടിവേറ്റൊക്കെ ചെയ്ത് ഈ സ്കിറ്റിനൊരു ലൈഫ് കൊണ്ടുവരാൻ വലിയൊരു പാർട്ട് ജോസ്ലി വഹിച്ചിട്ടുണ്ട് ആക്ച്വലി. അങ്ങനെ ഡെസ്റ്റിനേഷൻ നമ്പർ 1 ബില്ലിംഗ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ നമ്പർ 2 ആയിട്ടുള്ള ഈ ഷോപ്പിലും കൂടി എത്തി. ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സാറ് വന്നു. ഞങ്ങൾ കാറിലെ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചു. പുറകിൽ വെക്കാൻ സ്ഥലം തികയാത്തതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റിലും മടിയിലും ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസ് വാങ്ങി തന്നു. അതുപോലെ വ്ളോഗിനകത്ത് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പീസ് ഔട്ടൊക്കെ കാണിച്ചു. പിന്നീട് കോളേജിൽ എത്തിയതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കോളേജിലെത്തിയപ്പോൾ എല്ലാവരും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ജൂനിയേഴ്സ്. ഇവരാണ് ഈ പ്രാക്ടീസ് സെഷനിലുള്ള കില്ലടികൾ എന്ന് വേണം പറയാൻ. ജോസ്ലിക്ക് ആക്ച്വലി ഇതിനകത്തൊരു ക്യാരക്ടർ ഇല്ല. പക്ഷേ ഇന്ന് അവിടെ പ്രസൻ്റ് ആവേണ്ട ഒരുത്തിന് പകരം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവൾ നിൽക്കുന്നതാണ് അവിടെ ഇപ്പോൾ കണ്ട ക്ലിപ്സ്. ഇനി ഞാൻ കുറച്ച് പ്രാക്ടീസ് സെഷൻ്റെ ക്ലിപ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം.